പ്രിയ സജ്ജനങ്ങളെ, സാദര നമസ്കാരം. വിശ്വവിജയിയായ വിവേകാനന്ദ സ്വാമികളുടെ ഒരു ജന്മദിനം കൂടി ജനുവരി 12 കഴിഞ്ഞു. 1963 ജനുവരി 12 ജനിച്ച് 1902 ജൂലൈ 4 വരെ ജീവിച്ച ആ മഹാത്മാവ് 39ാമത്തെ വയസ്സിലാണ് അദ്ദേഹം സമാധിയാകുന്നത്. ചിക്കാഗോ സമ്മേളനത്തിൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ സ്വാമിജിയുടെ പ്രായം 30 വയസ്സാണ്. 1893 സെപ്റ്റംബർ 11 മുതൽ 27 വരെ 17 ദിവസക്കാലം നീണ്ടു നിന്നതായിരുന്നു ലോക മത മഹാസമ്മേളനം. ലോകത്തിലെ ഒട്ടുമിക്ക മതങ്ങളുടെ പ്രതിനിധികളും വന്ന ചിക്കാഗോ സമ്മേളനത്തിൻ്റെ വേദി കൊളംബസ് ഹാൾ എന്നായിരുന്നു പേര്. അവിടെയാണ് വിവേകാനന്ദ സ്വാമികൾ എത്തിയത്. ഭാരതത്തിൽ നിന്ന് ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ അദ്ദേഹത്തെ പ്രത്യേകം വിളിച്ചിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തിന് സ്വപ്നദർശനമുണ്ടായി. നരേന്ദ്ര, ഇത് നിനക്ക് വേണ്ടി നടക്കുന്ന സമ്മേളനമാണ്, നീ അതിൽ പങ്കെടുക്കേണ്ടതാണ് എന്ന്. അന്ന് ഒരുപാട് അന്ധവിശ്വാസങ്ങളാൽ നിറഞ്ഞതായിരുന്നു നമ്മുടെ ഹിന്ദു സമൂഹം. കടല് കടന്ന് പോകാൻ പാടില്ല ഹിന്ദുക്കൾ, അതുകൊണ്ട് കടല് കടന്ന് മുസ്ലിങ്ങൾക്ക് പോകാവുന്നത് കൊണ്ട് നമ്മൾ ഒരുപാട് ഹിന്ദു ചെറുപ്പക്കാരെ മുസ്ലിമിലേക്ക് മതം മാറ്റിയിട്ടുണ്ട്. നമ്മുടെ പല രാജാക്കന്മാരും മുസ്ലിം ആയാൽ കടല് കടക്കാം, ഹിന്ദുവിന് കടല് കടന്നുകൂടാം. വിവേകാനന്ദ പാറയിൽ അദ്ദേഹം കന്യാകുമാരിയിൽ നീന്തി ഇന്ന് കാണുന്ന പാറയിൽ ചെന്നിരുന്നു. അന്നത് വിവേകാനന്ദ പാറയായിട്ടില്ല, ഒരു വലിയ പാറ. ആ പാറയുടെ മുകളിൽ തപസ് ചെയ്തു. ആ തപസ്സിൽ ഗുരുനാഥൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, നരേന്ദ്ര, നീ ഈ മഹാസമ്മേളനത്തിൽ പങ്കെടുക്കണം. അങ്ങനെയാണ് ഖേദിയിലെ രാജാവ് അദ്ദേഹത്തിന് കപ്പൽ യാത്രയ്ക്കുള്ള ടിക്കറ്റ് എടുത്തു കൊടുക്കുന്നു. സമ്മേളനം നടക്കുന്നതിൻ്റെ ഒരു മാസം മുമ്പ് അദ്ദേഹം ചിക്കാഗോയിൽ എത്തുകയാണ്. അപരിചിതമായ അമേരിക്ക, സന്യാസിമാരെ പുച്ഛത്തിൽ കാണുന്ന അമേരിക്ക, അവഹേളനവും നിന്ദയുമേറ്റ് അദ്ദേഹം ലോകമത മഹാസമ്മേളനം നടക്കുന്നവരവിടെ കഴിഞ്ഞു. 1893 സെപ്റ്റംബർ 10 രാത്രി ചിക്കാഗോ തെരുവോരത്തുള്ള ഒരു ഒഴിഞ്ഞ പെട്ടിയിലായിരുന്നു അദ്ദേഹം ജീവിച്ചത് എന്ന് അദ്ദേഹത്തിൻ്റെ അനുഭവക്കുറിപ്പുകൾ പറയുന്നു. എന്നാൽ 11 എല്ലാം മാറി മറഞ്ഞു. രാവിലെയാണ് അദ്ദേഹം മൈക്രോഫോണിലൂടെ ആദ്യമായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. രാവിലെ സംസാരിക്കണം, അദ്ദേഹം അധ്യക്ഷനോട് പറഞ്ഞു, അടുത്ത അവസരം അങ്ങനെ പറഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം അധ്യക്ഷൻ ഒരൊറ്റ വിളിച്ചു. ഹിന്ദുവിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ഇന്ത്യയിൽ നിന്ന് വന്ന വിവേകാനന്ദനെ വിളിക്കുന്നു. വലിയ ബഹുമാനമൊന്നും ഉണ്ടായിരുന്നില്ല. അമേരിക്കയിലെ എൻ്റെ സഹോദരി സഹോദരന്മാരെ എന്ന അഭിസംബോധന, അത് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞതുകൊണ്ടാണ് അത് പ്രസക്തമാകുന്നത്. ചില ആളുകൾ പറയാറുണ്ട്, സഹോദരി സഹോദരന്മാരെ എന്ന് പറഞ്ഞു, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്ന് ബാക്കി എല്ലാവരും പറഞ്ഞപ്പോൾ മൈ ഡിയർ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഇൻ അമേരിക്ക എന്ന് പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം തിളങ്ങിയതെന്ന്. തെറ്റ്. ആര് പറയുന്നു എന്നാണ് പ്രസക്തി. അദ്ദേഹം പറഞ്ഞ കാര്യം ഒരു ഇസ്ലാമിക പണ്ഡിതനായിരുന്നു പറഞ്ഞതെങ്കിൽ ഇതേ കയ്യടിയും ഇതേ അംഗീകാരം കിട്ടുമായിരുന്നോ? അല്ല, ആ ഒരു സന്യാസി വര്യൻ പറഞ്ഞു എന്നതുകൊണ്ടാണ്. അവിടെ അങ്ങോട്ട് 3 നന്ദികൾ പറഞ്ഞുകൊണ്ട് സ്വാമി തുടങ്ങി. ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു അതിപ്രാചീനമായ സന്യാസ പരമ്പരയ്ക്ക് വേണ്ടി. ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു സകല മതങ്ങളുടെയും മാതാവായ ഹിന്ദു ധർമ്മത്തിനു വേണ്ടി. ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു സകല വിഭാഗങ്ങളിലും പെടുന്ന കോടിക്കണക്കിന് ഹിന്ദു ജനതയ്ക്ക് വേണ്ടി. ഇതിനെ തുടർന്ന് ഒരു 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ആമുഖ ഭാഷണം അദ്ദേഹം നടത്തിയത് 1893 സെപ്റ്റംബർ 11 ഉച്ചയ്ക്ക് ശേഷം ആണ്. ആ 3 മിനിറ്റ് പ്രസംഗത്തെ 8500ഓളം ആളുകളുള്ള കൊളംബസ് ഹാള് മൊത്തം കൈയടിച്ച് വരവേറ്റു. ആ ആമുഖ ഭാഷണത്തിലൂടെ സനാതനധർമ്മത്തിൻ്റെ, ഭാരതീയ സംസ്കൃതിയുടെ മഹത്വം അവിടെ വന്ന പണ്ഡിതന്മാർക്കും ശ്രവിക്കാൻ വന്ന ശ്രോതാക്കൾക്കും ബോധ്യപ്പെട്ടു. പിന്നീട് 17 ദിവസം സ്വാമിജിയുടെ ദിവസങ്ങളായിരുന്നു. അവിടെ പല പ്രബന്ധങ്ങളും സ്വാമിജി അവതരിപ്പിച്ചു. എന്താണ് ഹിന്ദു, എന്താണ് ഹിന്ദുത്വം, അതിനൊപ്പം എന്തല്ല ഹിന്ദുത്വം എന്നുകൂടി ലോകത്തെ ബോധ്യപ്പെടുത്തി. 4 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് സ്വാമിജി പിന്നീട് ഭാരതത്തിൽ തിരിച്ചു വരുന്നത്. 4 വർഷം യൂറോപ്പ് അദ്ദേഹത്തെ വിട്ടില്ല. യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവൻ അദ്ദേഹം സഞ്ചരിച്ചു. ഓരോയിടത്തും ചെന്ന് അതിമനോഹരമായ അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് ഭാഷയിൽ അതിഗംഭീരമായ രീതിയിൽ ഹിന്ദു എന്താണ്, എന്തല്ല, പെൺകുഞ്ഞുങ്ങളെ ഗംഗയിൽ എറിഞ്ഞു കൊല്ലുന്ന പാമ്പാട്ടികളുടെ നാട് എന്നായിരുന്നു സായിപ്പ് നമ്മളെ വിശ്വസിച്ചത്. ആ സായിപ്പിനെ കൊണ്ട് അമേരിക്കൻ തെരുവോരങ്ങളിലെ ചുമരുകളിൽ വിവേകാനന്ദന്റെ ഫോട്ടോ വരച്ചു വെക്കുവാൻ അവർ നിർബന്ധിതരായി. അമേരിക്കയിലെ പത്രങ്ങൾ ഓരോന്നും
സ്വാമിജിയുടെ വാർത്തകളും ചിത്രങ്ങളും വന്നു കൊടുത്തു. അതോടുകൂടി അദ്ദേഹം ഭാരതത്തിലും പ്രസക്തനായി. തിരിച്ച് ഭാരതത്തിൽ വന്നപ്പോൾ രാജാവ് കുതിരകളെ അഴിച്ചു മാറ്റി സ്വർണരഥത്തിൽ സ്വാമിജിയെ ഇരുത്തി രാജാവ് തേരുവലിക്കുന്ന രംഗം നമ്മൾ കണ്ടു. പക്ഷെ അമേരിക്ക അംഗീകരിക്കേണ്ടി വന്നു ഭാരതം അംഗീകരിക്കുവാൻ എന്ന് പറയുന്ന ഒരു ചെറിയ ഗതികേട് പലരും ഇന്ന് അനുഭവിക്കുന്ന പോലെ സ്വാമിജിക്കും അനുഭവപ്പെടേണ്ടി വന്നു. സ്വാമിജി മുന്നോട്ട് വെച്ച ആശയം സനാതനധർമ്മത്തിന്റെ ആശയമായിരുന്നു. സ്വാമിജി എന്ന് എല്ലാവർക്കും വേണം. നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകളൊക്കെ മതേതര സന്യാസി എന്ന് പറയാറുണ്ട്. മതേതരത്വം ആവശ്യത്തിനും അനാവശ്യത്തിനും കുത്തിപ്രയോഗിക്കുന്നവർക്ക് ഹിന്ദുവിന്റെ സന്യാസിയല്ല, ഇതൊക്കെ മതേതര സന്യാസിമാരാണെന്ന് പറയുമ്പോൾ ഒരു സുഖം ലഭിക്കുന്നു. അദ്ദേഹം ജീവിച്ചതും ചിന്തിച്ചതും പ്രസംഗിച്ചതും എല്ലാം തന്നെ ഹിന്ദു ധർമ്മത്തിന് വേണ്ടിയായിരുന്നു. ഒരു ഹിന്ദു മതം മാറി ക്രിസ്ത്യാനി ആയാൽ ഹിന്ദുവിന്റെ എണ്ണം ഒന്ന് കുറഞ്ഞു, ക്രിസ്ത്യാനിയുടേത് ഒന്ന് കൂടി എന്നല്ല, ഈ നാടിന്റെ ദേശീയതയ്ക്ക് ഒരു ശത്രു ജനിക്കുന്നു എന്നുവരെ പറയേണ്ടി വന്നത് നിർബന്ധിത മതപരിവർത്തനം കണ്ടിട്ടായിരുന്നു. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിവേകാനന്ദ സ്വാമികൾ വിളിച്ചതിന്റെ കാരണം എന്താ? കൊടുങ്ങല്ലൂരിൽ വന്നിറങ്ങിയ സ്വാമിജി ചിക്കാഗോയിൽ പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ തേര് തെളിച്ചത് ഒരു ക്രിസ്ത്യാനിയായിരുന്നു, കുതിരവണ്ടി. മനോഹരമായിട്ട് ക്രിസ്ത്യാനി ഭജന പാടുന്ന കേട്ടപ്പോൾ സ്വാമി ചോദിച്ചു, എവിടുന്ന് പഠിച്ചു ക്രിസ്ത്യാനി ഇത്? അയാൾ പറഞ്ഞു, സ്വാമിജി 4 വർഷം മുമ്പ് വരെ ഞാനൊരു പുലയനായിരുന്നു. അന്ന് ഈ നമ്പൂതിരിയെ കാണുമ്പോൾ ഞാൻ ഓടണം. ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവനായിരുന്നു ഞാൻ. പക്ഷെ ഞാൻ മതം മാറി ക്രിസ്ത്യാനിയായപ്പോൾ ഇതേ നമ്പൂതിരി ആ വീട്ടിലെ കാര്യസ്ഥനാക്കി. അതുകൊണ്ടാണ് ഞാൻ കുതിരവണ്ടിയുമായിട്ട് അങ്ങേ ക്ഷണിക്കാൻ വേണ്ടി വന്നത്. ഈ അപകടമണത്തു സ്വാമിജി. തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ മതപരിവർത്തനം ചെയ്താൽ, തൊട്ടുകൂടാത്ത ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുണ്ട് എന്ന് വിശ്വസിക്കുന്ന നമ്പൂതിരി അയാളുടെ വീട്ടിലെ കാര്യസ്ഥനാക്കുന്നത് കണ്ടപ്പോൾ കൂട്ടത്തോടുകൂടി നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങൾ, അന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങൾ മതപരിവർത്തനത്തിന് വിധേയമാകുമെന്ന് മനസ്സിലാക്കിയ സ്വാമിജി ഡോക്ടർ പൽപ്പുവിനോട് പറഞ്ഞു, ഭ്രാന്താലയമാണ് കേരളം, അതിനെ തീർത്ഥാലയമാക്കണം. ഒരു പറ്റം ആചാര്യന്മാർ ഒരു ഗുരുദേവന്റെ, അതായത് ഒരു ആചാര്യ നേതൃത്വത്തിൽ ഇതിന്റെ സാമൂഹ്യ പരിവർത്തനം തുടങ്ങാൻ നിർദ്ദേശിച്ചു. പിന്നീട് ആചാര്യന്മാരുടെ നീണ്ട നിരയാണ്. ശ്രീനാരായണ ഗുരുദേവൻ, ചട്ടമ്പിസ്വാമി തിരുവടികൾ, മഹാത്മാ അയ്യങ്കാളി, മന്നത്തു പത്മനാഭൻ, ടി കെ മാധവൻ, പണ്ഡിറ്റ് കറുപ്പൻ, ആർ ശങ്കർ, കുമാരനാശാൻ, സഹോദരൻ അയ്യപ്പൻ, ഡോക്ടർ പൽപ്പു, എണ്ണിയാലൊടുങ്ങാത്ത നവോത്ഥാന നായകന്മാരും ആചാര്യന്മാരും വന്ന് ഹിന്ദുവിൻ്റെ എല്ലാ പ്രശ്നങ്ങളും അങ്ങോട്ട് പരിഹരിച്ചു. ഇതിനൊക്കെ കാരണം സ്വാമിജിയായിരുന്നു, സ്വാമിജിയുടെ കാഴ്ചപ്പാടായിരുന്നു. സ്വാമിജി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അല്ലയോ ക്രിസ്ത്യാനികളെ, യൂറോപ്പിൽ വെച്ച്, ബ്രിട്ടനിൽ വെച്ച് പറഞ്ഞാണ്, അല്ലയോ ക്രിസ്ത്യാനികളെ, നിങ്ങൾ ഭാരതത്തിലേക്ക് മതം കയറ്റുമതി ചെയ്യുന്നു. കിഴക്കിന് മതം ധാരാളമുണ്ട്, ഞങ്ങൾക്കിന്ന് ആവശ്യം ഭക്ഷണമാണ്. വിശക്കുന്നവനോട് മതം പറയുന്നത് പരിഹാസ്യമാണ് എന്ന് തുടങ്ങുന്ന വാക്കുകളുണ്ട്. അതിൽ നിന്ന് ഡിവൈഎഫ്ഐക്കാരെ ആവശ്യമുള്ളത് മാത്രമേ വെട്ടിയെടുക്കുള്ളൂ. വിവേകാനന്ദ സാഹിത്യ സർവസ്വം നമ്മൾ വായിക്കേണ്ട ഒരു പുണ്യ ദിവസമാണ് ഇതെന്നുകൂടി അറിയുക. ഏവർക്കും എല്ലാവിധ ഭാവങ്ങളും ഒപ്പം സ്വാമിയുടെ സന്ദേശത്തെ അറിയുക, ഭാരതത്തെ അറിയുക. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.